ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോണതുണ്ടല്ലോ, എല്ലാം കൊണ്ടും അല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും അവൻ നല്ലവനാ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അവൻ നല്ലവനാ എന്നൊക്കെ പറയുന്ന, എല്ലാം കൊണ്ടും അല്ലെങ്കിൽ എല്ലാ രീതിയിലും എങ്ങനെ നോക്കിയാലും എന്നൊക്കെ പറയുന്ന മലയാളത്തിൽ പറയുന്ന ട്രാൻസ്ലേഷൻസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇതാ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. സെർട്ടൻലി, by all means, of course. ഇങ്ങനെയുള്ള 3 വാക്കുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓഫ് കോഴ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ പറയുന്നത് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുമെങ്കിലും എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും എങ്ങനെ നോക്കിയാലും എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഓഫ് കോഴ്സ് ഹി ഈസ് എ ഗുഡ് പേഴ്സൺ. എങ്ങനെ നോക്കിയാലും അവനൊരു നല്ല വ്യക്തിയാണ്. ഓക്കെ, ഓഫ് കോഴ്സ് ഹി ഈസ് എ ഗുഡ് പേഴ്സൺ. എങ്ങനെ നോക്കിയാലും അവനൊരു നല്ല വ്യക്തിയാണ്. ഗുഡ് പേഴ്സൺ, ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, പേഴ്സൺ വ്യക്തി. സോ ഹീസ് എ ഗുഡ് പേഴ്സൺ, നല്ല വ്യക്തിയാണ്. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും എന്നുള്ള അർത്ഥം. ഈ സെയിം സെന്റൻസ് തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ബൈ ഓൾ മീൻസ്. ഓക്കെ, എല്ലാം എങ്ങനെ നോക്കിയാലും ബൈ ഓൾ മീൻസ് എല്ലാം കൊണ്ടും എന്നുള്ള അർത്ഥം. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ, എല്ലാം കൊണ്ടും. ബൈ ഓൾ മീൻസ് ഹീസ് എ ഗുഡ് പേഴ്സൺ. ഓക്കെ, അതായത് എല്ലാം കൊണ്ടും അവനൊരു നല്ല വ്യക്തിയാണ്. അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ സെർട്ടൻലി എന്ന് യൂസ് ചെയ്യാം. സെർട്ടൻലി ഹി ഈസ് എ ഗുഡ് പേഴ്സൺ. ഓക്കെ, എങ്ങനെ നോക്കിയാലും അവനൊരു നല്ല വ്യക്തിയാണ്. ക്ലിയർ ആണല്ലോ? ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് 2-3 സെന്റൻസ് നോക്കാം. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ തറയട്ടെ കേട്ടോ. ഒരു എക്സാമ്പിൾ എടുക്കാം. എന്താണ്, എങ്ങനെ നോക്കിയാലും അതൊരു നല്ല കാര്യമാണ്. എപ്പോഴും നമ്മൾ മലയാളത്തിൽ പറയില്ലേ, എങ്ങനെ നോക്കിയാലും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അതൊരു നല്ല കാര്യമാണ് കേട്ടോ. എങ്ങനെയാ പറയാ? ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗുഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, തിങ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്നുള്ളൊരു ഉദ്ദേശമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ സെർട്ടൻലി ഇറ്റ്സ് എ ഗുഡ് തിങ്, അല്ലെങ്കിൽ ബൈ ഓൾ മീൻസ് ഇറ്റ്സ് എ ഗുഡ് തിങ്. എല്ലാം കൊണ്ടും അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഒരാൾ ഒരു ഐഡിയ പറയുന്നു, ഒരു കാര്യം പറയുന്നു, അപ്പോൾ നമ്മൾ പറയില്ലേ എല്ലാം കൊണ്ടും അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഒരു നല്ല ചിന്തയാണ്, അല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും അതൊരു നല്ല ഐഡിയ ആണ്, അല്ലെങ്കിൽ നല്ലൊരു പ്ലാൻ ആണ് എന്നൊക്കെ നമ്മൾ പറയല്ലോ. എങ്ങനെയാ പറയാ? സെർട്ടൻലി ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. സെർട്ടൻലി ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. എങ്ങനെ നോക്കിയാലും അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ബൈ ഓൾ മീൻസ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. എങ്ങനെ നോക്കിയാലും അതൊരു നല്ല ഐഡിയ ആണ്. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. എങ്ങനെ നോക്കിയാലും അതൊരു നല്ല ഐഡിയ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ഓഫ് കോഴ്സ് അല്ലെങ്കിൽ സെർട്ടൻലി, ബൈ ഓൾ മീൻസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എന്താണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഞാൻ ഓരോ വാക്കുകളിലും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചിന്തിക്കണം, അല്ലെങ്കിൽ അത് നോക്കണം എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന രീതി, പലരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിറ വരും. ഓക്കെ, നമ്മുടെ ഇവിടെ ക്ലാസ്സിലാണെങ്കിലും പഠിക്കുന്നവർ, അവർ സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ വിറക്കുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണിൽ അവരുടെ ഭയം കാണാൻ പറ്റും, കൈകൾ ഇങ്ങനെ വിറക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം അവരുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളായാലും സംസാരിക്കുന്ന സമയത്ത് തെറ്റോ ശരിയോ എന്തോ ആവട്ടെ, കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ 2-3 പേര് കഴിഞ്ഞ ദിവസം പഠിച്ച കൂട്ടത്തിൽ വന്നവരാണ്. അപ്പോൾ അതിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അയാൾക്കെല്ലാം നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാം, നല്ല ജോലിക്കാരനാണ് കേട്ടോ, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന നല്ല ജോലിക്കാരനാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ എവിടെ ചെന്നാലും ഹൈ പൊസിഷനിലാണ് നിൽക്കുന്നത്, എല്ലാവരും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിനറിയാം ഇദ്ദേഹം സംസാരിക്കുന്ന ഇംഗ്ലീഷ് തെറ്റാണെന്ന്. മനസ്സിലായി? അതാണ് അവിടെ ഉള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുന്നു. അയാളുടെ സംസാരത്തിലും അല്ലെങ്കിൽ അയാളുടെ എക്സ്പ്രഷൻസിലും ഗസ്റ്റേഴ്സിലും മൂവ്മെൻറ്റ്സിലൊക്കെ മറ്റുള്ളവർ വിചാരിക്കുക എന്തോ ഭയങ്കര വലിയ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എന്ത് രസമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ, സ്പീച്ചൊക്കെ പറയുന്ന ആളാണ് കേട്ടോ. പക്ഷേ അദ്ദേഹത്തിനുള്ളിൽ അറിയാം അയാൾ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാണ് എന്ന്. പക്ഷേ അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്താണ്? ആ ഒരു കോൺഫിഡൻസ്. ഓക്കെ, ഞാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ എക്സ്പ്രഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ സൗണ്ട് കൊണ്ടെല്ലാം ഞാൻ പിടിച്ചു നിൽക്കുന്നതാണ് അവിടെ ആ ഒരു വ്യക്തി കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കും. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ ഓഫ് കോഴ്സ് എന്ന് പറയുന്നതും നമ്മൾ പേടിച്ചിട്ട് ഓഫ് കോഴ്സ് എന്ന് പറയുമ്പോഴും എന്താണ് അതിന് വ്യത്യാസം വരണുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഓഫ് കോഴ്സ് ഹീസ് എ ഗുഡ് പേഴ്സൺ എന്ന് പറയുന്നതും ഓഫ് കോഴ്സ്
ഹി ഈസ് എ ഗുഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഒരു തട്ടി പറയുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് ഈ എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് ഫ്ലോയിൽ വളരെ സ്മൂത്ത് ആയിട്ട് സംസാരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് ഒരു മിറർ ടെക്നിക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതായത് ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഓരോ ദിവസവും ഞാൻ പഠിപ്പിക്കുന്ന സെൻറ്റൻസ്, ഇപ്പം ഇന്നൊക്കെ പഠിപ്പിച്ചത് ചെറിയ സെൻറ്റൻസ് അല്ലേ, ബൈ ഓൾ മീൻസ്, സർട്ടൻലി, ഓഫ് കോഴ്സ്, അതൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസ് ആണ്. ഇതെല്ലാം ഒരു എന്താണ് മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് സംസാരിക്കുക. കുറച്ചും കൂടി കോൺഫിഡൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വ്ലോഗ് മോഡലിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അതായത് നമ്മുടെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കിയിട്ട് ചെയ്തു നോക്കുക. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എന്താണ് അത് കഴിഞ്ഞ് കഴിയൂലേ, അതായത് നമ്മൾ വീഡിയോ എടുത്തു കഴിയുമല്ലോ, അപ്പം നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ലത് ഫോണിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ട് അത് ചെക്ക് ചെയ്യുന്നതാണ്. ഇനി അതിന് കോൺഫിഡൻസ് കുറവുള്ളവർ, ചിലപ്പോൾ എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് കുറവുള്ളവർ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട്, ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് എല്ലാം കൊണ്ടും അല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും എന്നൊക്കെ അർത്ഥം വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ബൈ ഓൾ മീൻസ്, സർട്ടൻലി, ഓഫ് കോഴ്സ് എന്നിങ്ങനെ 3 വാക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.